എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒന്നുകൂടി നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തിനൊക്കെ നന്ദി പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നന്ദി. ഏറ്റവും പ്രാധാന്യമുള്ള നന്ദി എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് 100,000 1,00,000 സബ്സ്ക്രിപ്ഷൻ ആയതിന്റെ സന്തോഷം എന്നിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു വർഷമായി ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്, ഓൾമോസ്റ്റ് 1 ഇയർ. സെപ്റ്റംബർ മുതലാണ് കൃത്യമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. ലോങ് വീഡിയോസ് ആണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ക്ലാസ്സുകൾ ലോങ് ആയിട്ട് 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെയുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് കൃത്യമായി അറിയാം. പൊതുവെ യൂട്യൂബിന്റെ അൽഗോരിതം അനുസരിച്ച് ലോങ് വീഡിയോവും അതുപോലെ ഇതുപോലുള്ള സൂം ക്ലാസ് ഡയറക്ട്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതെനിക്ക് അറിയാമായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിനെ ബ്രേക്ക് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ, ഫുൾ ക്ലാസ് ആസ് ഇറ്റ് ഈസ് യൂട്യൂബിലിട്ടത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ത്രട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്ലാസ് ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള കോച്ചുമാർ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് കാശ് മറ്റു വഴികളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ മുഴുവൻ ക്ലാസ്സുകളും യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്ക് ഞങ്ങൾക്കൊന്ന് അങ്ങനെ 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 പിന്നെ കുറെ തള്ളിക്കളഞ്ഞ ആൾക്കാരുണ്ട്. ഇത്രയും ലോങ് ആരാ കാണുക, എന്തിനാണ് കാണുക, പറയാനുള്ള കാര്യം ലളിതമായി പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കേട്ടതായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് കൂടുതൽ പ്രേരണകൾ നൽകിയതേ ഉള്ളൂ, കൂടുതൽ ഉത്തേജനങ്ങൾ നൽകിയതേ ഉള്ളൂ. കാരണം ഞാനിത് ഈ യാത്ര തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും അതിന്റെ അടുത്ത പടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സാധാരണക്കാരായ ആൾക്കാർക്ക് അവരവരുടെ ജീവിതത്തിൽ മാറ്റം പെടുത്താനുള്ള, ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കാനുള്ള, ജീവിതത്തിൽ സമൃദ്ധി അനുഭവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാർ ആൾക്കാർക്ക് എങ്ങനെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കാമെന്നത് ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മനസ്സ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് തിരിച്ചറിഞ്ഞ ദിവസം മുതലാണ് ഞാൻ എന്നെ തന്നെ മാറ്റിയത്. എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ വാക്കുകൾ മാറി, എൻ്റെ പ്രവർത്തനങ്ങൾ മാറി. അപ്പോൾ ഞാൻ തന്നെ മാറി. ഈ മാറ്റം മറ്റുള്ളവരിലേക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിശ്ചയത്തിലൂടെയായിരുന്നു ഞാൻ പോയത്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ ഇത്രയും ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതും. അത് സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു. ഒരുപാട് ജീവിതങ്ങൾ മാറിയതും മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് വളരെ സയന്റിഫിക് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും. ഇവിടെ അപ്രിയമായ സത്യങ്ങളോ പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു അത്ഭുതങ്ങളോ ഒരു മാജിക്കുകളോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും ബേസ്ഡ് ഓൺ റിയൽ സയൻസ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഒരു സിസ്റ്റത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരൻ മനസ്സിലാവേണ്ട രീതിയിൽ ചിലപ്പോൾ അതിനെയൊക്കെ ഒന്ന് സിംപ്ലിഫൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ ഏറെ സന്തോഷം. ഇത്രയും ആൾക്കാർ കണ്ടതും ലോകത്തില് എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റുഡൻസ് ഇല്ലാത്ത മലയാളിയുള്ള ഒരു രാജ്യവും ബാക്കിയില്ല എന്നുള്ളതാണ്. മലയാളികൾ എവിടെയുണ്ട് അവിടെ നിന്നെല്ലാം നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഒന്നിക്കൽ അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് മാത്രമല്ല, അവരവരെ കുടുംബത്തിലേക്കും അത് പകർന്നിരിക്കുന്നു എന്നാണ്. അതായത് ഒരു കൊച്ചു കുട്ടി മുതൽ 50, 60, 70, 80 വയസ്സായ ആൾക്കാർ വരെ നമ്മുടെ കൂടെയുണ്ട്. കൊച്ചുകുട്ടിക്ക് വേണ്ടുന്ന രീതിയിലുള്ള അവനോട് സംസാരിക്കാനും അവന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, അതേപോലെ തന്നെ ഒരു വലിയ മുതിർന്ന പൗരന് കൊടുക്കാനും എല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവുകളായിട്ട് ഞാൻ എവിടെയും വ്യാഖ്യാനിക്കുന്നുമില്ല. ഒരു നിമിത്തം പോലെ ഇവിടെ സംസാരിച്ചു പോകുന്നു. ഓരോ ലൈവ് പ്രോഗ്രാംസും നിങ്ങൾ എല്ലാവരും ഹൗസ്ഫുൾ ആയിട്ട് മാത്രമേ നമ്മുടെ ഒരു ലൈവ് പ്രോഗ്രാം പോലും നടന്നിട്ടുള്ളൂ. നമ്മൾ എത്ര ടിക്കറ്റ് കൂട്ടാനും എല്ലാ ടിക്കറ്റുകളൊന്നും നമ്മളുള്ള പരിപാടി ചെയ്യാറില്ല. പക്ഷെ ഉള്ളതിൽ നമ്മൾ ഏറെ എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്ന രീതിയിൽ നമ്മളെല്ലാം പോയിട്ടുണ്ട്. ഇപ്പം ലൈവ് ക്ലാസ് ആയാലും നിങ്ങളെ പുതിയ വന്ന ആൾക്കാരെ എല്ലാവരെയും ശ്രദ്ധിക്കാൻ എനിക്ക് സർവേശ്വരൻ അനുഗ്രഹം നൽകിയിട്ടുണ്ട് എന്നതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. തുടർന്നും ഈ ക്ലാസ്സിൽ ഉണ്ടാവണം, പ്രേരണകൾ ഉണ്ടാവണം, പഠിക്കണം. അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ ലേൺ
അൺലേൺ റീലേൺ എന്നൊരു പ്രോസസ് ഉണ്ട്. അതായത് പഠിക്കുക, അതിനെ മുഴുവൻ സറണ്ടർ ചെയ്യുക, ഒഴിവാക്കുക, വീണ്ടും പഠിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കൂ. കാരണം അതൊരു പ്രക്രിയയാണ്. അതിന് കൃത്യമായി ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് കോഴ്സുകൾ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരു 35 40 കോഴ്സുകൾ നമുക്ക് നിലവിലുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ വിജയമുണ്ടാക്കാനുള്ള സംഗതികൾ മാത്രമാണ്. ഇതിനകത്ത് മറ്റൊരു ഇതുമില്ല. സമ്പത്തിന്റെ ആയിക്കഴിഞ്ഞാലോ, വിജയത്തിന്റെ ആയിക്കഴിഞ്ഞാലോ, ആരോഗ്യത്തിന്റെ ആയിക്കഴിഞ്ഞാൽ, യോഗ ആയിക്കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുന്നതിലൂടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ പറ്റുമെന്ന് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്ന ക്ലാസ്സുകൾ മാത്രമാണ്. വീണ്ടും എല്ലാവരോടും നന്ദിയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതും വളരെ ലളിതവും പക്ഷേ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടതുമായ, നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതുമായ ഒരു തത്വത്തെ പറ്റിയിട്ടാണ്. പക്ഷെ ക്യാപ്ഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ആഗ്രഹിക്കാത്തവരായിട്ട് ഇന്നിപ്പോ വീഡിയോ കാണുന്നവരാരും ഉണ്ടാവില്ല, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാരും ഉണ്ടാവില്ല. നാളെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇത് വരുമ്പോഴും ഈ കാര്യം ആഗ്രഹിക്കാത്തവരാരും ഇത് കാണാൻ നിൽക്കില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും തയ്യാറായിക്കൊള്ളുക. ടേക്ക് യുവർ ക്യാപ്സ്യൂൾ. ഹാപ്പി ആൻഡ് റെഡി. തുടങ്ങിക്കോളൂ, മറന്നു പോകണ്ട. ശുഭാപ്തി വിശ്വാസവും ഹാപ്പി ആൻഡ് റെഡിയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മളെ കടത്തുന്നത്. ടൈപ്പ് കമന്റ്. ഞാൻ യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല കമന്റുകൾ. അതുകൊണ്ട് യൂട്യൂബ് കാണുന്നവരോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ റെഡി ആണെങ്കിൽ, ക്ലാസ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഹാപ്പി ആൻഡ് റെഡി ആയിട്ട് തന്നെ തുടരുക. കാരണം സന്തോഷമാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് അറിയുക. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഹാപ്പി ആൻഡ് റെഡി. യെസ് കമോൺ. യെസ്. അപ്പോ സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തവരാരെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ഇരിപ്പുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവരെ പേര് ടൈപ്പ് ചെയ്യണേ. സമ്പന്നനാവണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേര് ടൈപ്പ് ചെയ്യുക. എനിക്ക് അവർക്ക് ഒരു പ്രൈസ് കൊടുക്കണം. പിന്നെ അവരിലുള്ള കാശ് മൊത്തം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കൂടി പറയണം. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, അത് ടൈപ്പ് ചെയ്തോളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും പണക്കാരനാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആരും പറയാത്ത ഒരു അതീവ രഹസ്യം അറിയാൻ താല്പര്യമുള്ള ഒരു പേര് ടൈപ്പ് ചെയ്തോളൂ. ആരും പറയാത്ത ഒരു രഹസ്യം. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ആരും കേൾക്കാത്തൊരു പാട്ട് പാടട്ടെ എന്ന് ചോദിക്കുമ്പോ അന്നാ പാടിക്കോ എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മള്, അല്ലേ? ആരും ഇതുവരെ കേൾക്കാത്തൊരു പാട്ട് ഞാൻ പാടട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ് എന്ന് പറഞ്ഞ് നമ്മൾ എന്താ ചെയ്ത? പിന്നെ നന്നായി, അല്ലേ? നന്നായി പാടി അവസാനം ആരും കേട്ടില്ലല്ലോ, ഇത് ആരും കേട്ടില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ആരും കേൾക്കാത്ത പാട്ടല്ലേ എന്ന് പറയുന്ന ലളിതമായ ഒരു ഐഡിയ അല്ല ഇത്. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു തത്വത്തെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു തത്വം. ഇത് നമ്മുടെ മനസ്സിനെ എപ്രകാരമാണ് കാണുന്നത്, എപ്രകാരമാണ് നമ്മൾ ജീവിതത്തെ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട്, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചില ഗുഡ് ന്യൂസുകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്, അല്ലെ? ഇന്ന് രാമലപ്പുറത്തെ കുറെ ദിവസമായി എവിടെയും കാണുന്നില്ല, ടൈപ്പിംഗ് ഒന്നും കാണുന്നില്ല കേട്ടോ. നിങ്ങളുടെ എല്ലാ ദിവസവും ആ പേര് കണ്ടിട്ട് ശീലാണ്. അപ്പോ ഇന്ന് ഗുഡ് ന്യൂസ് പറയാനുള്ളവർ തയ്യാറായിക്കോളൂ. അത് കേട്ടിട്ടാണ് നമുക്ക് മുന്നോട്ട് പോവുക. അൺമ്യൂട്ട് ചെയ്തോളൂ. അത് പറയാൻ വന്ന ആൾ അൺമ്യൂട്ട് ചെയ്തു. പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ലേ മക്കളുടെ വഴക്കിന്റെ കാര്യം. അതിപ്പോ ഭയങ്കര സർപ്രൈസ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇനി പറയാനില്ല. അങ്ങനെയാണ് ഇപ്പൊ അവസാനിച്ചുള്ളത്. എന്താ വെച്ചാലേ, അരുണ ജോലി ചെയ്യുന്നിടത്തെ ഒരു കുട്ടീനെ സ്നേഹം ആയി എന്നോട് പറഞ്ഞു, പെണ്ണ് കാണാൻ ചെല്ലണം അമ്മ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. ഞാനും സനലും കൂടി പെണ്ണ് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഇരിക്കുമ്പോ ഒരു ദിവസം പറയണു, അമ്മ നാളെ എന്റെ കല്യാണം ആട്ടാമ വരില്ലേ. അത് പോയ വഴിയായിട്ടാണ് പറയണത്, കേക്ക് സാറ്. എന്നിട്ട് നോക്കുമ്പോ ഞാൻ ആന്ന് പറഞ്ഞു. അത് മിഞ്ഞാന്ന സംഭവിച്ചത്. ഇന്നലെ അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ട്. അനിയണ്ടല്ലോ ഇവിടെ, പറയണ്ട അവനോട്, പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചാ, നീ സനലിനോട് പറഞ്ഞടാ ചോദിച്ചു. പിന്നെന്താ അമ്മയ്ക്ക് എന്തിനാ ഇത്ര പേടി? സനൽ എന്റെ കൂടെ ഉണ്ട്, കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് എന്റെ കൂടെ. ഇപ്പൊ അവന്റെ ഭാര്യ എന്റെ അടുത്തിരിക്കുന്നുണ്ട്. ഈ ഞായറാഴ്ച അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും. ശരിക്കുള്ള ഇന്നലെ വന്നു അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഇഷ്ടമായി, കുഴപ്പമില്ല, സന്തോഷമായിട്ട് കല്യാണം 14-ാം തീയതി. പിന്നെ മാത്രല്ല, ഇതല്ലാട്ടോ എനിക്ക് കിട്ടിയത് എന്താ പറയുക, ഒരു വെടിക്ക് 2 പക്ഷി തന്ന പോലെ. എന്റെ മോൻ നല്ല തടിയോ സാറേ, പെട്ടെന്ന് ഒരു പെണ്ണ് കിട്ടാൻ എളുപ്പമല്ല. അതിന് അവന് 33 വയസ്സുമായി. അപ്പൊ അവന്റെ കല്യാണം നടക്കുകയും ചെയ്തു. അത് മാത്രല്ല, ചേട്ടനും അനിയനും എങ്ങനെയായിരുന്നു ആദ്യം, അതെനിക്ക് ഈശ്വരൻ തന്നു.
അതിലൊരു തരി പോലും കുറവില്ലാണ്ട് തന്നു. അവരിപ്പോ വല്യച്ഛന്റെ വീട്ടിലാണ് അവര് നിക്കാന്ന് വിചാരിച്ചുള്ളൂ. കാരണം ഞങ്ങളുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, സൗകര്യമൊന്നുമില്ല. അപ്പൊ ഇന്ന് അവൻ ശബരിമലയ്ക്ക് വാടക ഓട്ടം പോയേക്കുക. അപ്പൊ അവര് അരുണിന്റെ ഓഫീസിലാണ് ഈ കുട്ടിക്ക് ജോലി. അപ്പൊ ഓഫീസ് അടച്ചിട്ടേക്ക്, രണ്ടാളും ഇവിടെയല്ലേ. അപ്പൊ ഇങ്ങനെ ഓട്ടോ ഒക്കെ പോവും. അപ്പൊ ശബരിമല ഓട്ടം പോയപ്പോ ഞാൻ പറഞ്ഞു, അവളെ ഞാൻ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ് പറഞ്ഞു, കൊടുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാനും സല്ലും പോയിട്ട് അവളെ കൊടുന്നിട്ട് ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഹാപ്പി 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 എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അത് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ രാവിലെ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യും. അപ്പൊ ഞാൻ അരുൺ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മേശേമിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. അന്ന് തുടങ്ങി എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അവളേനെ വിളക്ക് കൊടുത്ത് കയറ്റാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പിന്നെ കല്യാണ മണ്ഡപത്തിൽ കയറി നിന്ന് താലി എടുത്തു കൊടുക്കാനും ഒപ്പം നിന്ന് ഫോട്ടോസ് എടുക്കാനും എല്ലാവരും ഭാഗ്യമുണ്ടായി. ആ കല്യാണത്തിന്റെ അന്ന് സദ്യ ഞാൻ ഇവിടെ ഉണ്ടാക്കി. ഞങ്ങൾ കുറച്ചാളാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരേ മേശയമ്മ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു. എനിക്ക് എന്താ വേണ്ട അല്ല സാറ് ഇതില് എന്താ ഇവരുടെ വാക്കുകൾ! ആ വാക്കുകളിലുള്ള സന്തോഷം മുമ്പെയൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ പലതും പറയുന്നുണ്ട്, പക്ഷെ അതിൽ കുറെ വിക്കലും വിങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു വരുമ്പോ. പഴയ വീഡിയോസ് ഒക്കെ എടുത്താൽ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ എന്താ സന്തോഷം, എന്ത് ക്ലാരിറ്റിയാണ് സംസാരത്തില്, അല്ലേ? ഇത് അത്രയും ക്ലാരിറ്റി പറഞ്ഞാല് ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നത് എന്താണെങ്കിൽ അതൊക്കെ കിട്ടി, അതേപടി കിട്ടി. ഇനിയിപ്പോ ഒരു കാര്യം കൂടി മാത്രമേ ഞാൻ സാറിന്റെ കൂടെ നിന്നിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് കിട്ടാത്തതവളോ എന്താ കിട്ടാത്തതെന്ന് അറിയില്ല. കുറച്ച് ലോണിന്റെ കാര്യമുണ്ട്, ബാങ്കുകാരുടെ വരവും. പക്ഷെ ബാങ്കുകാർ ശല്യമൊന്നും ചെയ്യണില്ല. ശല്യം ചെയ്യുമ്പോഴേക്കും ഭഗവാൻ തരുമായിരിക്കും. ഞാൻ തരും എന്ന് തന്നെ വിചാരിച്ചിട്ട് അത് ചെയ്തേ പോയിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇതൊക്കെ വലിയൊരു ലോട്ടറിയാ സാറേ, ബമ്പറൊന്നല്ല, അതിലപ്പുറം. കാരണം ഇവരുടെ വഴക്ക് ഒരു അമ്മയ്ക്ക് തീർന്നില്ലേ. ഒരു അമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം, അല്ലേ? ഒരു അമ്മ മനസ്സ് അതെ അതെ ഏറ്റവും അതെ. ലളിതമായി ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്ന നിമിഷം. താങ്ക് യു വെരി മച്ച്. എന്താന്ന് വെച്ചാല് നിങ്ങൾ ആദ്യം വരുമ്പോഴേ നിങ്ങൾ സംസാരിക്കുമായിരുന്നു, പക്ഷെ പലപ്പോഴും ഞാൻ പേടിച്ചതായിരുന്നു. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കേണ്ടതിന്റെ അവസ്ഥ കേട്ടിട്ട് ഞാൻ പേടിച്ച കാലമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. കാരണം പരാതിയേ ഉള്ളൂ പറയാനായിട്ട്, എന്നും പരാതിയാ. പല വീഡിയോസും നമ്മൾ റെക്കോർഡിങ് ഒഴിവാക്കിയിട്ടുണ്ട് പരാതികൾ കൊണ്ട്. ആ ആളാണ് ഇപ്പോൾ ഇത്രയും സന്തോഷം ഈ ഒരു ചെറിയ സമയത്തെ യാത്രയിൽ. കണ്ടിന്യൂ ചെയ്യുക. ജീവിതത്തിൽ ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത്. മറ്റുള്ളവരും കൂടി അംഗീകരിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. അതെ സന്തോഷം ഇത് വരുമ്പോൾ അങ്ങനെയാണ്. വിചാരിച്ചത് ഡബിൾ അപ്പുറം എന്ന് പറയാം. അതെ. കാരണം ഇവര് ഇവിടെ തമ്മിലുള്ള വഴക്ക് തീർന്ന വഴിയുണ്ടല്ലോ, അതൊരു ചില്ലറ വഴിയല്ല. ആ ഇവിടെ എല്ലാവരോടും ബാക്കി കേൾക്കുന്നവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. നമ്മൾ പോസിറ്റീവായിരുന്നാൽ എല്ലാം മാറും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന 200 പേരിൽ ആൾക്കാർ, 163 ആൾക്കാരിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ 1-2 മാസക്കാലത്തിന് സംഭവിച്ചിട്ടുണ്ടാവും. ഇനി വരാനിരിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അതിനുവേണ്ടി നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, മനസ്സിനെ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക, വേണ്ടാത്തതിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നാണ് അറിയിക്കാനുള്ളത്. താങ്ക് യു വെരി മച്ച്. സജീവേ, നീ അവിടെ ജോലി നോക്കിക്കോ, നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട പണിയാണ്. ഓക്കെ. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? വേറെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. ജസ്റ്റ് 1 more minute. വീഡിയോ ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഒച്ച ഉണ്ടാവും. സംസാരിക്കാനുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്തോളൂ. സാറേ ഞാൻ പറയട്ടെ? പറഞ്ഞോ പറയട്ടെ പറഞ്ഞോ. ഒരാൾ ഞാൻ സെലി പറഞ്ഞു. സെലി സാറേ, എനിക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. 23-ാം തീയതി മീറ്റ് കഴിഞ്ഞു വന്ന് 25-ാം തീയതി എനിക്ക് പൈസ കിട്ടി എന്റെ അക്കൗണ്ട്. നമ്മൾ ഓർക്കാതിരുന്നു. ഞാൻ 6 മാസമായുള്ളൂ സാറിന്റെ ക്ലാസ് കയറിയിട്ട്. സാറ് നടത്തിയ 3 മീറ്റിലും ഞാൻ പങ്കെടുത്തു. അത് തന്നെ എന്റെ ഒരു ഭാഗ്യമില്ല. ഞാൻ ഇന്നലെ മോനോട് പറയുകയും ചെയ്തു, സാർ കേരളത്തിൽ എവിടെ വന്നാലും അവിടെ ഞാൻ പോകും, ഏത് മീറ്റ് നടത്തിയാലും. പിന്നെ പ്രത്യേക ഒരു സന്തോഷം, ഇത്രയും നാളും ഇല്ലാത്ത ഒരു എനർജി എനിക്ക് കയറിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും കൂടുതൽ സമയം ആ സന്തോഷമായിട്ടിരിക്കാനും നല്ല കാര്യം മാത്രം ചിന്തിച്ചു പോകാനും എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഒക്കെ കിട്ടി. സന്തോഷമായിട്ട് നല്ല മകനും അതിന് പറ്റിയ ഒരു മകനും അച്ഛനും കൂടെ ഉണ്ട് കേട്ടോ. സന്തോഷം. നിങ്ങള് കുടുംബത്തെ മൊത്തത്തിൽ അറിയുന്ന സന്തോഷം. പക്ഷെ ആദ്യം വന്ന വരവൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണമായിരുന്നു ഞാനല്ലേ. അത്
അത് ഞാൻ ഇന്നലെ മോനോട് പറയുകയും ചെയ്തു. അച്ഛനെ നമ്മൾ ആദ്യം നമിക്കണം എന്ന് വെച്ചാൽ, ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് 6ാമത്തെ ദിവസമാണ് കൊച്ചി മീറ്റ് നടക്കുന്നത്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു മീറ്റ് നടക്കുന്നുണ്ട്, ഇതുപോലെ 5000 രൂപയാന്ന് തോന്നുന്നു, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ നീ പോയിക്കോ. അപ്പം എനിക്കറിയത്തില്ല, കൂടെ വരുന്നവരെയും ചേർക്കാമെന്നൊന്നും അറിയത്തില്ല, അന്നേരം ഒന്നും അറിയത്തില്ല. അപ്പം മോൻ പറഞ്ഞു, അമ്മ തന്നെ പോകണ്ട, ഞാനും കൂടെ വരാം, നമ്മൾ രണ്ടുപേരും കൂടെ പോകാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാധിക മാഡമായിരുന്നു അന്ന് മെസ്സേജ് ഇട്ടപ്പം പറഞ്ഞു, ഒരാൾക്ക് 5000 രൂപ, കൂടെ വരുന്നവർക്ക് 4000 ആണെന്ന് തോന്നുന്നു. അന്നേരം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, അന്ന് മോനും കൂടെ കയറട്ടെ, അവിടെ വരെ വരുന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വന്ന് കയറി. അത് ഞങ്ങളുടെ ഞാൻ സാറിന്റെ ക്ലാസ്സും വീഡിയോയും കണ്ട നിമിഷത്തിന് നന്ദി പറയാത്ത ദിവസങ്ങളില്ല. എന്നെ അവിടെ പിടിച്ചു കൊണ്ടുവന്നു പോലെ ഞാൻ അവിടെ വന്ന് എത്തിപ്പെട്ടത്. എന്റെ ജീവിതം ആകെ മാറി. എനിക്കിപ്പോ ഒന്നിലും ഒരു വിഷമം ഒന്നുമില്ല, അങ്ങ് സന്തോഷം, എല്ലാം നടക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട്. അതെന്റെ മുഖത്ത് എനിക്ക് തന്നെ ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവർ എന്നോട് പറയുകയും ചെയ്യുന്നു. ഒരു 5 വയസ്സങ്ങ് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. 5 വയസ്സങ്ങ് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആദ്യം കൊച്ചിയിൽ വന്ന ആളും ഇപ്പോഴത്തെ തൃശ്ശൂർ എത്തിയ ആളും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. എനിക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. മറ്റുള്ളവർ പറയുകയും സന്തോഷം 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 തന്നെ. താങ്ക് യു. സി, ജീവിതം ഒരു പറഞ്ഞിടത്ത് ഏറ്റവും എളുപ്പമാണ്. ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. ഇതല്ലേ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം? ഇതാണ് നമ്മൾ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്, എവിടെയും തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സൊരു വിസ്മയത്തിൽ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ യഥാർത്ഥത്തിൽ തേടിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല. വേർ വി ഗെറ്റ് പീസ്, എവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. ഇതാണ് ജീവിതയാത്രയുടെ അർത്ഥം എന്ന് പറയുന്നത്. സ്വസ്ഥമായി ഒന്നിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷെ അത് നമുക്ക് അനുഭവിച്ചാലോ, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് സംഭവിക്കും. അത് തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്ന ക്ലാസ്. ഓക്കെ, അമ്പിളി പറഞ്ഞു. സാറേ, നമ്മുടെ ഇന്നലത്തെ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ ദിവസം സാറ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോസിന്റെ കുറച്ച് ഭാഗങ്ങള്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ എടുത്ത് കണ്ടു. അപ്പൊ അതിനെ കുറിച്ച് എന്താന്ന് കൃത്യമായിട്ടൊന്നും അതിനകത്ത് മെഡിറ്റേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ആ ഭാഗം കട്ട് ചെയ്തേക്കുമായിരുന്നില്ലേ. അപ്പൊ ആ വീഡിയോസ് മുഴുവനും ഞാൻ കണ്ടു. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ എന്തെങ്കിലും നടക്കും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 11 രാത്രി 11 ആയപ്പോ ഞാൻ വെറുതെ എന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് എനിക്ക് കിട്ടാതെ കിടന്ന ഒരു 20,000 രൂപ കയറി. 11 സമയത്ത്, കറക്റ്റ് 11 സമയത്ത്. അപ്പൊ ഞാൻ വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കി, അപ്പൊ ഇങ്ങനെ 20,000 രൂപ കയറിയിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വെറുതെ എടുത്തു നോക്കിയപ്പോ വീണ്ടും ഒരു 15,000 രൂപ കയറിയിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കിട്ടാനുള്ള പൈസ ആയിരുന്നല്ലോ അല്ലേ? കിട്ടാനുള്ള പൈസയായിരുന്നു. അതും നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണല്ലോ, കിട്ടാനുള്ള പൈസ. വലിയ കാര്യമാണ്. അതെ, പ്രതീക്ഷിക്കാതെ കിട്ടി. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് കിട്ടി. അമ്പിളി എത്രത്തോളം സന്തോഷവതിയായിരിക്കുന്നു, അത്രത്തോളം സമ്പത്തും ആരോഗ്യവും ബന്ധങ്ങളും എല്ലാം വന്നുകൊണ്ടേയിരിക്കും. കാരണം അതിന് പണത്തിന് ഏറ്റവും പ്രാധാന്യം. എവിടെ സന്തോഷമുണ്ടോ അവിടേക്ക് ആ സാധനം വരും. അതെ, അത് അനുഭവമായി പല പ്രാവശ്യം. ഇപ്പൊ അങ്ങനെ ഒരു അനുഭവം പല പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം. ഗീതാദേവി പറഞ്ഞു. സന്തോഷം. മക്കളെയും ഇതുപോലെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചേക്ക്. മക്കൾക്ക് എക്സാമിനൊക്കെ പാസ്സായിട്ടെ. IR5 ഇപ്പൊ അവരുടെ കോളേജിൽ ഫുള്ള് വരുന്നേക്കാണ് IR5 സിറ്റുവേഷൻ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് 200 രൂപ ലോട്ടറി അടിച്ചു. വെരി ഗുഡ്, നല്ല കാര്യല്ലേ. അടിക്കട്ടെ, എല്ലാവർക്കും അടിക്കട്ടെ, കൂടുതൽ അടിക്കട്ടെ. വീണ്ടും അടിക്കും കേട്ടോ, വീണ്ടും അടിക്കും. ഓക്കെ, ശരി. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? യെസ്, താങ്ക് യു ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം, പണക്കാരനാവാൻ, അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ഇതുവരെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇതുമായി കണ്ടിട്ടുണ്ട്. ഒരുപാട് മോട്ടിവേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് ആവശ്യമുള്ളത് ലഭിച്ചിട്ടുണ്ടോ? ആവശ്യമുള്ള രീതിയിൽ പണം നമ്മളിലേക്ക് എത്തിക്കാൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് പറയുന്നു, പണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റാണ്. ഞാൻ ഈ പണം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഒരിക്കലും ഈ കയ്യിൽ എണ്ണാവുന്ന കറൻസി ആയിട്ട് എടുക്കരുത്. ഇതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിത്യവുമായി നമ്മളെ സമൃദ്ധി അനുഭവിക്കാനും
സമൃദ്ധി സംഭവിക്കാനും വേണ്ടുന്ന ഘടകങ്ങളെയാണ് ഞാൻ പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ കറൻസി, ഇറ്റ്സ് എൻ ഇമോഷൻ ആണ്, ഒരു വൈബ്രേഷൻ ആണ്, ഒരു എനർജിയാണ്, അല്ലെ? പണം കയ്യിൽ, ലളിതമായി പറഞ്ഞാൽ പണം കയ്യിലുണ്ടാവുമ്പോൾ വലിയ അസുഖങ്ങളൊന്നും വരുന്നില്ലല്ലോ, അല്ലെ? ജലദോഷം പനി പോലും പമ്പ കടക്കുന്നാ പറഞ്ഞത്. പണം കയ്യിലില്ലായിരിക്കും, വെറുതെ വഴിയെ പോകുന്ന പാമ്പ് പോലും നമ്മുടെ നേരെ, അല്ലെ? ഇതാണ് പണത്തിന്റെ വിഷയം എന്നത്. അതുകൊണ്ടാണ് ഞാൻ സമൃദ്ധി എന്നതിനെ പറ്റി പറയുന്നത്. അപ്പോ സമൃദ്ധിയുള്ളവനാവണമെങ്കിൽ ചില രഹസ്യങ്ങൾ നമ്മൾ അറിയണം. നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പണത്തെക്കുറിച്ച് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേര് ഉപദേശിച്ചിട്ടുണ്ട്. അച്ഛൻ, അമ്മ, ടീച്ചർ, റിലേറ്റീവ്സ്, യൂട്യൂബ് വീഡിയോസ്, റീൽസ്, ന്യൂസ്, അങ്ങനെ 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 എല്ലാം ഒരുപാട് ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോയ ഒരു സത്യം, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സത്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതുവരെ ആരെങ്കിലും നിങ്ങളോട് പറയാത്ത ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞ അമ്പിളി ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ അരുൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനു മുമ്പേ പറഞ്ഞ ഗീത ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് എല്ലാവരും പണത്തെ പറ്റി പറയുമ്പോൾ, സമൃദ്ധിയെ പറ്റി പറയുമ്പോഴൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് തിരിച്ചറിയണം. തൃശ്ശൂർ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ അന്ന് സമ്പത്തിനെ പറ്റിയാണ് കൂടുതൽ സംസാരിച്ചത്. കോഴിക്കോട് ക്ലാസ്സിലും അല്ലെങ്കിൽ കൊച്ചി ക്ലാസ്സിലും ഒക്കെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പോയവർക്ക് എല്ലാവർക്കും അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഇപ്പൊ നേരത്തെ സലീമ പറഞ്ഞ പോലെ എങ്ങനെയാണ് കാശ് അവരിലേക്ക് എത്തിയത്. ഇവിടെ മനസ്സിലാക്കേണ്ട തത്വം, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആ രഹസ്യം അറിയണമെങ്കിൽ ആ രഹസ്യം കിടക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ തന്നെയാണ്. ആ ബ്രെയിനിനെ ഒന്ന് റീസെറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, നമ്മളെ അച്ഛൻ, അമ്മ, ടീച്ചർ, റിലേറ്റീവ്സ് ഒക്കെ, സമൂഹമൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കുറെ അബദ്ധമായിട്ടുള്ള ധാരണകളുണ്ട്. ആ ധാരണകളെ ഒന്ന് റീസെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നത്. ഇതാണ് നിങ്ങൾ അറിയേണ്ട അതിപ്രധാനമുള്ള അതീവമായ രഹസ്യം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുള്ളത്, കഷ്ടപ്പെട്ടാൽ മതി, പണമുണ്ടാക്കാൻ എല്ലാത്തിനും കഷ്ടപ്പാടാണ് എന്ന് നമ്മൾ പറയും. പണമുണ്ടാക്കുന്നതിന് നീ ലക്കി ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലക്കുള്ളവന് മാത്രമേ പണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നമ്മളെല്ലാം മിഡിൽ ക്ലാസ് ആയി ജീവിക്കുന്നവരാണ്. അതിന് വലിയ സ്വപ്നങ്ങളൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ നമുക്ക് അപകടം പിടിച്ചതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. വലിയ സ്വപ്നങ്ങളൊന്നും വേണ്ട. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കഷ്ടപ്പാടിനെ കുറിച്ചല്ല. ലോട്ടറി അടിക്കണമെങ്കിൽ എന്ത് വേണം? ഭാഗ്യം വേണം, അല്ലെ? ഇപ്പൊ ഭാഗ്യമുള്ളവർ തന്നെയാണോ ലോട്ടറി എല്ലാവർക്കും അടിച്ചിട്ടുള്ളത്? എന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഭാഗ്യം മാത്രമുള്ളവരാണോ ലോട്ടറി അടിച്ചവർ? എത്ര പേർക്ക് അടിച്ചിട്ടുണ്ട്? എത്രയോ ആൾക്ക്. പറയാത്തവർ എത്രയോ ഉണ്ട്, പറഞ്ഞവർ വളരെ കുറച്ചുമാണ്. ഞാൻ അവർ പറയാൻ പ്രേരിപ്പിക്കാറുമില്ല എന്നുള്ള സത്യം. കാരണം നമുക്കൊരു സത്യം അറിയണം, നമ്മളെല്ലാവരും മാറിയതാണ്. ഇവിടെ ക്ലാസ്സിലിരിക്കുന്നവരെല്ലാവരും മാറി. പക്ഷെ മാറാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഇല്ലേ? അവരിൽ ഇപ്പോഴും അന്തർലീനമായി കിടക്കുന്ന ഒരു വാക്കുണ്ട്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നു. എന്നുകൊണ്ട് പലപ്പോഴും ഞാൻ പറയണ്ട എന്ന് പറഞ്ഞ വീഡിയോസ് തന്നെ ഞാൻ അയക്കാറില്ല, പോസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോ ലോട്ടറി എന്ന് പറയുന്നത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ കാശുണ്ടാക്കുക, അതുപോലെ നമ്മുടെ ഡേ ട്രേഡിങ് കാശുണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കാശുണ്ടാക്കുക, ഇതെല്ലാം എന്തിന്റെ ബേസ്ഡ് ആണ്? എങ്ങനെയാണ് സംസാരിക്കുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? വെരി സിമ്പിൾ ആൻഡ് വെരി പവർഫുൾ ആണ്. നമ്മുടെ ബ്രെയിനിലുള്ള ഹിഡൻ ആയിട്ടുള്ള സ്വിച്ചുകളെ ഓൺ ആക്കിയാൽ മാത്രമാണ് ഈ സീക്രട്ട് ഓപ്പൺ ആവുക. അത് ചെയ്യാതെ ഒരാളും ലോങ് ടൈം ആയിട്ടുള്ള സമൃദ്ധിയുള്ളവനായിട്ടില്ല, അല്ലെങ്കിൽ പണക്കാരനായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് പറയാം. ലോട്ടറി അടിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പക്ഷെ പണക്കാരനായവൻ വളരെ വിരളമായിട്ടേ ഉള്ളൂ. ലോട്ടറി ഒന്നും അടിക്കാതെ നിത്യജീവിതത്തിൽ ജോലി മാത്രം ചെയ്തിട്ട് പണക്കാരനായ ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? സമൃദ്ധി എന്ന് പറയുന്നത് മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നറിയുക. ഈ സംഭവത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വളരെ കൃത്യമായിട്ട് മിഡിൽ ക്ലാസ് ആയ നമ്മളെ സംബന്ധിച്ച് വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവർക്കും ഒരു വർഷങ്ങളായി തന്നെ സെയിം ജോബാണ്, ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, സെയിം ആയിട്ടുള്ള സാലറിയാണ്, പെർഫോമൻസ് നല്ലതാണ്, നല്ല ഡെഡിക്കേഷനും ഉണ്ട്. പക്ഷേ പ്രൊമോഷൻ ലഭിച്ചോ?
ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊള്ളുക. എന്തുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ ഡെഡിക്കേഷൻ ആയിട്ട് ഒരു കമ്പനിയെ സേവിച്ചു, ജോലിയെ സേവിച്ചു, നന്നായി ജോലി ചെയ്തു, എന്നിട്ട് പോലും പ്രൊമോഷൻ ലഭിക്കാത്തത്? കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം. രണ്ടാമതായി, എല്ലാ മാസവും ഗവൺമെന്റ് ജോലിയാന്ന് കരുതിക്കോ, സപ്പോസ്, അല്ലെങ്കിൽ ഏത് ജോലിയായാലും എല്ലാ മാസവും ശമ്പളം കൃത്യമായി ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടായാലും എല്ലാം ഓക്കെയാണ്. പക്ഷേ മാസത്തിലെ ആദ്യത്തെ 10 മുതൽ 15 ദിവസം വരെ എല്ലാം ഓക്കെ. അത് കഴിഞ്ഞാൽ ടെൻഷനോട് ടെൻഷൻ. ഈ മാസം അവസാനം വരെ എങ്ങനെ പോകും എന്നുള്ള ടെൻഷൻ. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് നോക്കാൻ പോലും പേടി. അതൊരു ഡേ ഡ്രീം പോലെ തോന്നുന്നതല്ലാതെ അത് നോക്കാനില്ല. നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. എപ്പോഴും കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ആദി, ലോൺ തിരിച്ചടക്കാനുള്ള ആദി, ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, ഇവയെക്കുറിച്ചുള്ള ചെറിയ ഭയങ്ങളല്ല, കൺസ്റ്റന്റ് ആയിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ടെൻഷനെ പറ്റിയിട്ടാണ്. ഇത്തരം ടെൻഷനുകൾ നമ്മളെ മിക്കവരും അനുഭവിച്ചു പോകുന്നു. ഇത് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റും. എന്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്? നിങ്ങളെ പുറത്തുള്ള നിങ്ങൾ ശമ്പളം കിട്ടാത്ത പ്രശ്നമാണോ, അല്ലെ നിങ്ങളുടെ ചെലവ് കൂടുന്ന പ്രശ്നമാണോ, അല്ല ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിന്റെ സൃഷ്ടിയാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ റീസൺ ടൈപ്പ് ചെയ്യൂ. അല്ല മനസ്സിന്റെ സൃഷ്ടിയാണെങ്കിൽ മനസ്സിന്റെ സൃഷ്ടി എന്ന് പറയും. ടൈപ്പ് ചെയ്ത് എല്ലാവരും കമോൺ കമോൺ കമോൺ. ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ കാണേണ്ടത് ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയും ഇത് മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന്. യാതൊരു തർക്കവുമില്ല, കാരണം അതാണ് നമ്മുടെ ക്ലാസ്. പക്ഷേ പ്രോബ്ലം എവിടെയാണ് സംഭവിക്കുന്നത്? ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ ആ ജനറേഷന്റെ സ്റ്റോറി എവിടെയാണ് സംഭവിക്കുന്നത്? ഇത് വിധിയായിട്ട് അവനിൽ വന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രോഗ്രാമാണ്? മനസ്സ് അങ്ങനെ ആയിത്തീരുകയാണോ, അല്ല അങ്ങനെ ആക്കിയെടുത്തതാണോ? ജനിച്ചപ്പോ നമ്മുടെ മനസ്സ് ശുദ്ധവും, അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന ബ്രെയിനിനെ പറ്റിയാണ്. മനസ്സ് ശുദ്ധവും, അവിടെ ഒരു കളങ്കവും ഇല്ലായിരുന്നു, ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. പാട്ടും പാടി ചിരിച്ചു കളിച്ച് നടക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പിന്നെ എവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ വന്നത്? യെസ്, ഇത് മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രോഗ്രാം ചെയ്തതിന്റെ പ്രത്യേകതയാണ്. ഈ പ്രോഗ്രാം ഡാറ്റാസ് മാറാത്തിടത്തോളം കാലം എങ്ങനെയാണ് മാറ്റമുണ്ടാവുക? നമുക്ക് അനുകൂലമായ പ്രോഗ്രാം വേണ്ടതിന് പകരം നമുക്ക് പ്രതികൂലമായ പ്രോഗ്രാമുകൾ നമ്മൾ തന്നെ നിറച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ അത് മാറാത്തിടത്തോളം കാലം എങ്ങനെ പറ്റും? അതെ, ഏത് സമയവും പ്രാരാബ്ധത്തെക്കുറിച്ച് ചിന്തിച്ച് ആ അവസ്ഥയിലാവുന്നത്. ഏത് ദിവസവും പ്രാരാബ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയല്ല, അത് സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയ സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇന്ന് എത്ര പണം ഉണ്ട് എന്നതല്ല പ്രാധാന്യം, നിങ്ങളുടെ മനസ്സ് എന്ത് പണമനോഭാവമാണ്, മണി പ്രോഗ്രാമാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ഇതെന്തേ നമ്മളെ ആരും സ്കൂളിൽ പഠിപ്പിക്കാതിരുന്നത്? തലച്ചോറ് എങ്ങനെയാണ് പണത്തെ തടയുന്നത്? ഒരു സ്കൂളിലും പഠിപ്പിച്ചില്ലല്ലേ. എല്ലാ പ്രോഗ്രാമിംഗ് പൈത്തോണും അല്ലെങ്കിൽ C++ഉം അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമുകൾ പഠിച്ച് കമ്പ്യൂട്ടറിൽ ഉന്നതമായ വിജയങ്ങളൊക്കെ, ഉന്നതമായ പ്രോഗ്രാമിംഗ് മെത്തേഡ്സുകളൊക്കെ പഠിച്ചു. എല്ലാം പഠിപ്പിച്ചു, ലക്ഷങ്ങൾ ചെലവാക്കി പഠിക്കുകയും ചെയ്തു, പഠിപ്പിക്കുകയും ചെയ്തു, അതിനുവേണ്ടി ജോലി ചെയ്യുകയും ചെയ്തു. പക്ഷെ സ്വന്തം മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ എവിടെയും ഒരു സ്കൂളും പഠിപ്പിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? ഒരു സ്കൂളിലും ഒരു കോഴ്സും മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാത്തിന്റെയും അടിസ്ഥാനം മനസ്സാണെന്ന് സയൻസും അല്ലെങ്കിൽ ലോകവും അക്കാദമിക്കും എല്ലാം അംഗീകരിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് മനസ്സിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു കോഴ്സ്, ഒരു കോളേജ് പോലും ഇല്ലാതെ പോയത്? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന തത്വം. തലച്ചോറ് എങ്ങനെയാണ് പണത്തെ തടയുന്നത് എന്ന് മനസ്സിലാക്കണം. ഭയം എന്ന് പറയുന്ന സംഭവം വന്നാൽ, അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിലെ വന്നു പോയാൽ അപ്പോൾ സംഭവിക്കുന്നത് പിന്നെ നമുക്ക് അവസരങ്ങളെ ഒന്നും കാണില്ല. ഉദാഹരണം, ഒരു ലളിതമായ ഉദാഹരണം പറയാം. ഇപ്പൊ നേരത്തെ അരുൺ ശശി അവരെ കുടുംബം പറഞ്ഞ അതേ കാര്യത്തെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു തരാം. കാറ് തൃശ്ശൂർ വരുന്നത് വരെ കാറ് തപ്പിയിട്ട് കണ്ടില്ല എന്ന് പറയുന്നത്, തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ തന്നെ കാറ്
നമ്മൾ ഇഷ്ടപ്പെട്ട പറഞ്ഞ കാറ് തന്നെ ലഭിച്ചു എന്ന് പറയുന്നത് ഇതിന് പ്രത്യക്ഷ ഉദാഹരണമാണ്. മറ്റൊന്നുമല്ല, ഇവിടെ നിന്ന് നല്ല മെഡിറ്റേഷൻ ചെയ്ത് കാമായി മൈൻഡ് നല്ല ക്ലിയർ ആയി ബ്രെയിൻ നല്ല ലിറ്ററലി അവസരങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പിറ്റേ ദിവസം വിവിധമായ മാർഗങ്ങളിലൂടെ വിവിധമായ വ്യക്തികളിലൂടെ ആ സാഹചര്യം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തപ്പെടും, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെടും. ഇത് എനർജി സിസ്റ്റമാണ്. ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി സിസ്റ്റത്തിലൂടെയാണ്. നേരത്തെ ഇന്ന് രാവിലെ ഞാൻ ബീന സുരേഷിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സാറേ ഞാൻ ഫുൾ ഹാപ്പിയാണ്. അപ്പൊ മുമ്പേ എങ്ങനെയായിരുന്നു? മുമ്പേ ഓരോ വിഷയങ്ങൾ ആലോചിച്ച് നടക്കുകയായിരുന്നു ഞാൻ, ഇപ്പോ ഫുൾ ഹാപ്പിയാണ്. ഒരു കാര്യവും അവിടെ മാറിയിട്ടില്ല. ബീന സുരേഷ് പണ്ട് പറഞ്ഞ സന്ദർഭങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, ഒന്നും കാണുന്നില്ല, എനിക്ക് എല്ലാം തെളിഞ്ഞു കാണുന്നു എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റമാണ്. അപ്പൊ നമ്മുടെ ബാല്യകാലത്തുണ്ടാക്കിയ വാക്കുകൾ പണം കഷ്ടമാണ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പണം കായ്ക്കുന്ന മരമൊന്നുമില്ല എന്നത് കൃത്യമായി നമ്മുടെ ബ്രെയിനകത്ത് സോഫ്റ്റ്വെയർ ആയിട്ട് അല്ലെങ്കിൽ അത് പ്രോഗ്രാം ആയിട്ട് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തോ ഒരു സാധനത്തെ റീപ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് നമുക്ക് ആരും ഇതുവരെ പഠിക്കാത്ത ആ അതീവ രഹസ്യത്തെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ, അറിയാൻ സാധിക്കുകയുള്ളൂ, പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പേര് ടൈപ്പ് ചെയ്തോളൂ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ലളിതമായ സത്യം, നമ്മൾ നമ്മുടെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇത് ആരെങ്കിലും കൊണ്ടുതരുന്നത്. ഞാൻ നേരത്തെ നമ്മുടെ ന്യൂറോ മൈൻഡ് അക്കാദമി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനലിൽ കർമ്മയും ന്യൂറോ സയൻസും തമ്മിലുള്ള കണക്ഷനെ പറ്റിയിട്ടൊരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് കാണുന്നവർ കാണുക. എന്താണ് ഈ കർമ്മ നിയമമെന്നും എന്താണ് ഈ ന്യൂറോ സയൻസും കർമ്മ നിയമവും തമ്മിലുള്ള ബന്ധമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ലളിതമായിട്ട് പറയാൻ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറയാം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തത്വമസി എന്ന് പറഞ്ഞത്. എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം? നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ഇത്രയും വിശദമായിട്ട് ഈ കാര്യത്തെ സംസാരിച്ച ഒരു സംസ്കാരവും ഇന്നും എന്നും ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം നീ തന്നെയാണ് എന്ന് പറയേണ്ടത്. മനസ്സാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമെന്നും ആ മനസ്സ് എവിടെ കുടികൊള്ളുന്നു എന്നത് ഇപ്പോഴും അനന്തമായി നീളുന്ന ഒരു സങ്കീർണ പ്രക്രിയയാണെന്നും. കാരണം മനസ്സിന് പ്രത്യേകിച്ച് ഒരു സ്ഥലമാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്നേവരെ പറ്റിയില്ല. പക്ഷെ ഇതെല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനസ്സാണ്. ഈ മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ, മനഃശാസ്ത്രം അറിയുന്നതിലൂടെ, അതും ന്യൂറോ സയന്റിഫിക്കലായിട്ട് അറിയുന്നതിലൂടെ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇതെല്ലാവരെ കൊണ്ട് സാധിക്കും. കാരണം ഇതിന് വലിയ ഫിലോസഫി ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ലളിതമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് ഈ അമിഗ്ഡല എന്ന് പറയുന്ന വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചില ബില്ലുകൾ കാണുമ്പോൾ പേടി വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. കാരണം ഒരു ലളിതമായിട്ട് ഞാൻ പറയാം, മനുഷ്യ സഹജമായ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ ഉണ്ടായ കാലം മുതൽ, മനുഷ്യൻ ഉണ്ടായ മുതൽ അവന്റെ ബ്രെയിനിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബലവാൻ. നമ്മൾ പറയില്ലേ, എവിടെയാണോ തനിക്ക് പോരാടാൻ സാധിക്കാത്തത് അവിടെ നിന്ന് ഓടുക, അല്ലെ? ഇതാണ് അവന് ഏറ്റവും വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ബ്രെയിനിൽ ഉണ്ടായ ഒരു ഭാഗത്തിന്റെ പേരാണ് അമിഗ്ഡല എന്ന് പറയുന്നത്. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, കയ്യിലൊന്നുമില്ല, ആയുധമൊന്നുമില്ലാത്ത സമയത്ത് ഒരു പുലി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇതായിരുന്നു അവന്റെ ആദ്യത്തെ ചോദ്യം, അല്ലേ? നമ്മൾ ലളിതമായി ഇപ്പോഴും അത് തന്നെ ചോദ്യം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. ഒരു പുലി വന്നാൽ എന്ത് ചെയ്യും? അതേപോലുള്ള പുലിയെ പോലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് വന്നാൽ എന്ത് ചെയ്യും? പുലിയെ പോലുള്ള അല്ലെങ്കിൽ മോർഗേജ് ലോൺ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പുലിയെ പോലെ തന്നെ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അടിച്ചു കീറുന്ന ജോലി പോയാൽ എന്ത് ചെയ്യും? ഇതെല്ലാം ലളിതമായിട്ട് പറയാം. ഇതുപോലെ രൂപമായ കുടുംബത്തിലെ ഞാൻ ആരാന്നൊന്നും പറയില്ല, അത് പറഞ്ഞ മോശമല്ലേ. ഭാര്യ എന്ന ഭർത്താവെന്ന് നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതുണ്ടായാൽ എന്ത് ചെയ്യും? ഈ സംഭവത്തിൽ അവൻ എടുക്കുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗം. അവിടെ ബ്ലോക്കായി കിടക്കും. അവിടെ റെഡിയാക്കി അമിഗ്ഡല ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, ഓടാൻ വേണ്ടി റെഡിയായി നിൽക്കും. അപ്പോൾ ബ്രെയിൻ കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനത്തെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ബോഡിയൊക്കെ ഒന്ന് ടൈറ്റ് ആവും, ചെസ്റ്റ് ഒന്ന് ടൈറ്റ് ആവും, ബ്രെയിൻ ഫുള്ളി ബ്ലാങ്ക് ആവും. പിന്നെ അവസരങ്ങൾ കാണില്ലല്ലോ, പിന്നെ സാധ്യതകൾ കാണില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ ബോഡി ടൈറ്റ് ആയാൽ
ചെസ്റ്റ് ടൈറ്റ് ആയാലും പിന്നെന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ വയ്യ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗം ആക്ടിവേറ്റ് ആകുമ്പോൾ പ്രീഫോർട്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സാധനം, അതായത് പ്രീഫോർട്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയകളെ, പ്ലാനുകളെ, സൊല്യൂഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓഫായി പോകും. ഇത് ഓഫായി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എല്ലാ പ്രോബ്ലംസ് മാത്രമാണ്. കാരണം സൊല്യൂഷൻ ഇല്ല, പ്രോഗ്രാം ഇല്ല, ഇവിടെ വർക്കിംഗ് അല്ല, ഈ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഫിയർ മൂഡ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ എപ്പോഴാണോ മാറുന്നത്, ദരിദ്രൻ എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ മാറുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ ബാങ്ക് ബാലൻസിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഭയം വന്നാൽ ബ്രെയിൻ ഓഫ് ആകും, സന്തോഷം വന്നാൽ ബ്രെയിൻ ആക്ടിവേറ്റ് ആവും. സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ആക്റ്റീവാണ്. ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം. കൃത്യമായി മറ്റൊരു കാര്യം, ദൃഷ്ടി സൃഷ്ടി എന്ന് പറയാറുണ്ട് അല്ലെ, കേട്ടിട്ടുണ്ടോ? ഇത് വേദാന്തത്തിൽ നിങ്ങൾ ദൃഷ്ടിസ്ഥിതി ഒന്നുമല്ല, എന്ത് കാണുന്നുവോ അത് സൃഷ്ടിക്കപ്പെടും. ഇത് വേദത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്താണോ നിങ്ങൾ കാണുന്നത് അത് അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഭയം കണ്ടു, ഭയം സൃഷ്ടിച്ചു. സന്തോഷം അനുഭവിച്ചു, സന്തോഷം സൃഷ്ടിക്കും. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമല്ലോ. ഇതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നത് ചില വിട്ടുകൊടുക്കലുകൾ നടത്തിയാൽ മാത്രം മതി. ഒരു വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു പുതിയ കാറ് വാങ്ങിക്കണം എന്ന് ഡിസൈഡ് ചെയ്ത ഉടനെ പെട്ടെന്ന് നിങ്ങൾ എന്ത് വയ്ക്കും? അതേ കാറ്, അതേ കളറുള്ള ഏത് വണ്ടിയാണോ, ഇങ്ങനെയുള്ള കുറേ വണ്ടികൾ നിങ്ങൾക്ക് റോട്ടിൽ കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതുവരെ ആ വണ്ടി എവിടെ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ഇന്ന് രാവിലെ മുതലാണ് ഈ വണ്ടികൾ മൊത്തം ഇറങ്ങിയത്. ഒന്നുമല്ല, അവിടെ നിങ്ങൾ എവിടെ ശ്രദ്ധിക്കുന്നുവോ, വേർ യു ഫോക്കസ് ദ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അവിടെ ഫിൽട്രേഷൻ ഓഫാക്കി കളയും. പിന്നെ അതെല്ലാം ബ്രെയിനിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾ ഇതേ സമ്പ്രദായം നിങ്ങൾ മണിയിലേക്ക് ഫോക്കസ് ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും? ഇപ്പോ മണി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അയ്യോ എൻ്റെ ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ ഞാൻ പറയുന്ന മണിയെ പറ്റി പറയുമ്പോൾ പറയുന്നത് അതിൻ്റെ ഇല്ലല്ലോ, ഇല്ല എന്ന്. ഇതാണ് വളരെ കൃത്യം. കടത്തെ പറ്റിയും ചിലവിനെ പറ്റിയും വിലക്കയറ്റത്തെ പറ്റിയുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുക എന്ന് അറിയുക. അപ്പോൾ ഏതിലേക്കാണോ നിങ്ങൾ ദൃഷ്ടി കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് പറയാം. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിന്റെ പ്രോഗ്രാം മനസ്സിലാക്കിയാൽ മാത്രമല്ല, ഇതിനെ പ്രോഗ്രാം ചെയ്തെടുക്കണം. ജീവിതത്തിൽ ഇത് എങ്ങനെ വേണം എന്നതിന്റെ റിയൽ ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യണം. ഞാനൊരു ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കഥ പറയാം. രാജേഷ് എന്നാണ് പുള്ളിയുടെ പേര്. ഒരു 12 വർഷമായിട്ട് ഇവിടെ UAE ജോലി ചെയ്തു. നല്ല ശമ്പളം, നല്ല ഫാമിലി ഒക്കെയാണ്. പക്ഷെ എന്നും ടെൻഷനാണ്. വൈകുന്നേരം ആകുമ്പോൾ ഓരോ കാര്യം പറഞ്ഞിട്ട് വിളിക്കും. ലോൺ അടക്കാനുണ്ട്, സ്കൂളിലെ ഫീസ് അടക്കാനുണ്ട്, എന്നും ടെൻഷനാണ്. അച്ഛനും അമ്മയ്ക്ക് സുഖമില്ല, അവന് ഹെൽത്തിന്റെ പ്രോബ്ലം, ഭാര്യയ്ക്ക് ഓരോ വിഷയങ്ങൾ, മക്കൾക്ക് ചെറിയ ജലദോഷം, മക്കൾക്ക് ഒരു ഇൻഫെക്ഷൻ വന്നാൽ പോലും ആള് ഭയങ്കര ടെൻഷനാണ്. കുറേ ദിവസം പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ്, ഒരു 2-3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു, എനിക്ക് ഇതിലൊത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട, വളരെ കൃത്യമായിട്ട് ഈ ബ്രെയിനിനെ കാം ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് പഠിപ്പിച്ചു കൊടുത്തു, 1-2 സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ബെറ്റർ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരാളാണെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇന്ന് എല്ലാ വിഷയങ്ങളും ആസക്റ്റീസ് ഉണ്ട്, നല്ല ശമ്പളത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞ് 1 വർഷമായി ഞങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട്, 1 വർഷമായി ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോലും പോയിട്ട് എന്ന് എന്നോട് പറഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആകെ അവന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാത്രമേ മാറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞത്, ദിനേശ് സാർ, എന്നെ പേര് ചെല്ലിയാ വിളിക്കുന്നത്, ഇപ്പൊ നീ എത്ര രൂപ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കാര്യമായിട്ട് പിന്നെ അങ്ങനെ പറയാനില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാന് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ചേർന്നിരുന്നു. ഇന്ന് അതിന്റെ ഗ്രോത്ത് എനിക്ക് 48% കിട്ടിയിരിക്കുന്നു. ഏകദേശം 1 കോടി രൂപയുടെ അസറ്റ് എനിക്ക് ബാങ്കിലുണ്ട്. ഞാൻ ഏറ്റവും സന്തോഷവാനെന്ന് പറഞ്ഞു. അതുപോലെ 10 പൈസ കയ്യിൽ എടുക്കാനില്ലാത്ത ആളായിരുന്നു. 2 പേര് ശമ്പളത്തിൽ വർധനവുണ്ടായത് ഏകദേശം ഒരു 2000 ദിറംസ്, ഭാര്യയുടെ ഭർത്താവിനും കൂടി ഒരു 2000 ദിറംസ്, അതായത് നാട്ടിലെ ഒരു 50,000 രൂപയുടെ വർധനവുണ്ടായിട്ട്. പക്ഷെ മക്കളെ പഠിത്തത്തിനൊക്കെ അത്രയും ചെലവുകൾ കൂടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത്രയും പൈസ ഇപ്പോൾ ഉണ്ടായത്? ഇത് ബ്രെയിനിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളുടെ ഓൾഡ് വേർഷനെ റീഇൻസ്റ്റാൾ ചെയ്ത് ന്യൂ വേർഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക തന്നെ വേണം. ഇതിന് താല്പര്യമുള്ളവർ, വെറുതെ ഇരിക്കാൻ പറ്റില്ല.
ഇത് ലളിതമായി വളരെ സിമ്പിളായിട്ട് ഓരോ ആൾക്കും ചെയ്യാവുന്നതാണ്. വലിയ പഠിപ്പോ വിവരങ്ങളൊന്നും വേണ്ട. ലളിതമായ പ്രക്രിയയിലൂടെ മാത്രം പോയാൽ മതി. ബ്രെയിനിനെ റീസെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സുഖമായി സാധിക്കും. ഇതിന് പക്ഷെ അത് ഒരു ദിവസം കൊണ്ടല്ല, കാരണം ഒരു മൺഡേ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഒരു 10-20 ദിവസത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടേ സാധിക്കുള്ളൂ. കാരണം വൺ ഡേ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കാര്യമായിരിക്കും. വൺ ഡേ ഒക്കെ നടക്കും. നിങ്ങൾക്ക് ഒരു 1 to 3 ഒരു കാര്യങ്ങളൊക്കെ നേടാൻ ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ നേടാൻ പറ്റില്ല അല്ലേ? ഇന്നലെ കോയിൻ മെഡിറ്റേഷൻ ചെയ്ത് റിസൾട്ട് കിട്ടിയവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്കുണ്ട് കേട്ടോ, എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അവിടെ ആ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോയില്ല, കാരണം വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നാളെ പോയി വാങ്ങിക്കും ആ റിസൾട്ട്. അപ്പോൾ റിസൾട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്ത് പ്രതീക്ഷയിലേക്ക് മടക്കണമെങ്കിൽ അവിടെ റീവയറിങ് നടക്കുക തന്നെ വേണം. ഇതിനാണ് നമ്മുടെ ഒരു സീഡ്സ് ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ലളിതമായിട്ട് ഞാനിപ്പോൾ വാട്സപ്പിലൂടെയാണ് ആ ക്ലാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ അത് ജോയിൻ ചെയ്തു, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന സത്യം ഞാൻ വീണ്ടും പറഞ്ഞുകൊട്ടെ. നിങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ക്ലാസ്സാണ്, വളരെ സോഫ്റ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ അവരാരും ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞില്ല എന്നതാണ് എനിക്ക് മനസ്സിലായത്. കാരണം കോഴ്സിന്റെ ഫീസ് വളരെ കുറവായതുകൊണ്ട് ജോയിൻ ചെയ്തേ ഉള്ളൂ. മറ്റൊന്നും ചെയ്യാൻ സമയമില്ല സാറേ എന്നാണ്. നമ്മുടെ മനസ്സിനെ മാറ്റപ്പെടുത്താൻ നമുക്ക് സമയമില്ലെങ്കിൽ അവിടെ താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ആരോ കയറി ഇരിക്കും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആയിരിക്കും അവസ്ഥ. അതുകൊണ്ട് അവനവനെ മാറ്റപ്പെടുത്താൻ കുറച്ച് സമയം ചിലവഴിക്കുക. നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാനുള്ള പ്രക്രിയകൾ നമുക്ക് ലളിതമായി ചെയ്യാം. സീഡ്സ് ഓഫ് വെൽത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ഒരു കോഴ്സ് നോക്കി വെച്ചാൽ, ആദ്യം നമ്മൾ വിത്തുകൾ പാകുന്നത് നല്ലതായിരിക്കണം. ആ വിത്തുകൾ ആണ് നമ്മളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത്. വിത്തുകൾ നല്ല ഫണ്ടമെന്റൽ ആയിട്ട് വിത്തുകൾ പാകി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വളരാൻ സാധിക്കും. വളരെ സ്ലോ ആയി നമുക്ക് സ്റ്റഡി ആയി മുന്നോട്ട് പോകാൻ എപ്പോഴും പറ്റും. അവനവനെ അംഗീകരിക്കുന്നതിലൂടെ, അവനവന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ അവന്റെ ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. പണത്തോട് ഉള്ള ഭയമല്ല വേണ്ടത്, അവിടെ നമുക്ക് അതിനെ അംഗീകരിക്കാനും വേണ്ടത് എന്താണെന്ന് നേടാനുമുള്ള പ്രേരണ അല്ലെങ്കിൽ പ്രോഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇത്തരം കോഴ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കുക, അറിയുക. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് ഒരു ജസ്റ്റ് ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ഭാഗ്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് എന്റെ പുസ്തകമായിട്ട് തന്നെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഞാൻ അത്രയും ഡീപ്പായിട്ട് അത് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക തന്നെ വേണം. പ്രയത്നം എന്ന് പറയുമ്പോൾ ആരും വലിയതായിട്ട് ഫിസിക്കൽ എക്സസൈസ് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതാണല്ലോ മടിയുള്ള കാര്യം. നമ്മൾ പറയുന്നത് ചില ലളിതമായിട്ടുള്ള ചില മനസ്സിലാക്കലുകൾ, അതേപോലെ ഇതുപോലുള്ള പോസിറ്റീവായിട്ട് നൽകുന്ന ക്ലാസ്സുകളിൽ കേൾക്കുക. അവിടെ EMI, ലോൺ, സ്കൂൾ ഫീസ് എന്നൊക്കെ പറയുന്നത് പേടിക്കേണ്ട കാര്യമല്ല, അത് ജീവിതത്തിൽ ആവശ്യമായ കാര്യമാണെന്ന് മാത്രം അംഗീകരിച്ചാൽ മതി. നമ്മളെപ്പോഴും ടെൻഷനാണ്, സ്കൂൾ ഫീസ് അടക്കണം, അയ്യോ സ്കൂൾ ഫീസ് അടക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളെ കുട്ടിയെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടുന്നു. അത് കേട്ടപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇവിടെ ടെൻഷനാണ്, സ്ട്രെസ്സാണ്, ഇമോഷനാണ്, ബാഡ് ഇമോഷൻസ് ആണ് കൊടുക്കുന്നത്. ആ കുട്ടി എത്ര പഠിച്ചാലും അല്ലേ, ഇതല്ലേ കൊടുത്തത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? സക്സസ് നന്നായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇനിയുള്ള ബാക്കി ജീവിതം നിങ്ങൾ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതേ റിസൾട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ സമൃദ്ധി നേടണോ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ക്ലാസ്സുകൾ വേണ്ടവർ അഡ്മിനെ വിളിച്ച് സംസാരിക്കുക. ലളിതമായിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഓരോ ആൾക്കും ഞാനിപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഇനി ലൈവായിട്ടാണ് തരാൻ പോകുന്നത്. കാരണം ആപ്പിലൊക്കെ ആണെങ്കിൽ പലർക്കും സമയമില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ലൈവ് ക്ലാസ് തന്നെയാണ് തരാൻ പോകുന്നു. ഇതൊക്കെ ചെറിയ ക്ലാസ്സാണ്, വളരെ ലളിതമായിട്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് വാട്സപ്പിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും ഈ സത്യം മനസ്സിലാക്കണം, ഈ രഹസ്യം നിങ്ങൾ അറിയണം. ഈ രഹസ്യം ഒരു ക്യാപ്സൂളായിട്ട് എഴുതി തരാൻ പറ്റുന്ന രഹസ്യമല്ല. കാരണം രഹസ്യം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മനസ്സിലാക്കലിലൂടെ മാത്രമേ അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു അതീവ പ്രാധാന്യമുള്ള ഒരു സത്യം, ഒരു രഹസ്യം നിങ്ങൾ ഉൾക്കൊള്ളുക. അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതാവുന്നത്. ഒറ്റ ചോദ്യം, ഒരു കാര്യം മാത്രം ഒന്നുകൂടി നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഈ യൂട്യൂബ് കാണുന്നവരും ഫേസ്ബുക്ക് കാണുന്നവരെല്ലാം ഒരു കാര്യത്തിൽ ഉത്തരം പറയണം. ഇത്രയും നിങ്ങൾ കേട്ട സമയത്ത് കൊണ്ടൊരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ഫ്യൂച്ചറാണ് അവരിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ അനുഭവിച്ച അതേ സ്ട്രഗിൾ അവരിൽ ഉണ്ടാവണമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച അതേ മന്ത് എൻഡ് ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ടായിരിക്കണമെന്നാണോ? അല്ല, നിങ്ങളും അവരും ശാന്തമായി സന്തോഷത്തോടു കൂടി
ജീവിക്കണമെന്നാണോ? അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണോ? കൂടുതൽ എഡ്യൂക്കേഷൻ ഉണ്ടാവണോ? എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങളും മക്കളും ഒക്കെ ശാന്തമായി സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ നിലവിലുള്ള അവസ്ഥയെ മാറ്റാൻ നിങ്ങൾ തയ്യാറാവണം. ഉത്തരം പറയൂ. നിങ്ങൾക്ക് അതേ സ്ട്രഗിൾ തന്നെ കണ്ടിന്യൂ ചെയ്യണോ? എങ്കിൽ ഒന്ന്. അല്ല, എനിക്ക് ശാന്തിയായി ജീവിക്കണമെങ്കിൽ രണ്ടാമത്തെ ഇതിലൊന്ന് ആൻസർ ചെയ്യുക. എന്നിട്ട് ജീവിതത്തെ മാറ്റേണ്ടവർക്ക് മാറ്റാനായിട്ട് തയ്യാറാവുക. വളരെ ലളിതമായിട്ടുള്ള പ്രക്രിയയിലൂടെ നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു വിത്ത് മണ്ണിലിടാതെ നാം വൃക്ഷം തേടി നടക്കരുത് എന്ന സത്യം അറിയുക. വിത്തിട്ടാൽ മാത്രമേ മുള ഉണ്ടാവുള്ളൂ എന്നറിയുക. ബ്രെയിൻ റീസെറ്റ് ചെയ്യാത്തടത്തോളം കാലം മണി തേടുന്നത് അബദ്ധമാണ്. തേടിയാലും ലഭിച്ചാലും അത് നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ ക്ലാസ്സിൽ വേണ്ടവർ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലും ഞാനുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാവും, എന്നിലും മാറ്റം ഉണ്ടാവും. കാരണം നിങ്ങൾ എനിക്ക് കാശ് തരും. ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്നിൽ മാറ്റം ഉണ്ടാവും, ഞാൻ മറ്റുള്ളവർക്ക് ക്ലാസ് കൊടുക്കും, നിങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല. തീരുമാനം നിങ്ങളുടേതാണ്. സന്തോഷപൂർവ്വം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവരും ക്ലാസ്സിലേക്ക് റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ ഇതോടുകൂടി സീഡ്സ് ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ വിത്തുകൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു. ആർക്കെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ ഒരു മിനിറ്റ് സംസാരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. താങ്ക് യു സർ. എന്താണ്? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഹാപ്പി ന്യൂസുകളല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് എപ്പോഴും ഹാപ്പി ആണല്ലോ. അതെ, അത് കഴിഞ്ഞ മാസം ശമ്പളം തരുമ്പോഴാണ് മാനേജ്മെന്റ് അനൗൺസ് ചെയ്തത് 10% സാലറി ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം 15 ദിവസത്തെ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ മാസം ഫുൾ പേയ്മെന്റ് ആയിരിക്കും. അപ്പൊ 4500 എന്നുള്ളത് 5000 റിയാലായി. വെരി ഗുഡ്. നമ്മളെ കാണാൻ വന്നതിന്റെ കൂടെ ആ കാശ് കിട്ടിയില്ലേ? അല്ല, അത് സാർ എന്നോട് പറഞ്ഞിരുന്നു, ഇനി ഇതിലും വലിയ അത്ഭുതങ്ങൾ കാണുന്നു പറഞ്ഞായിരുന്നു. 500 റിയാല് കൂടുക എന്ന് പറയുന്നത് നമുക്ക് ചെലവിന്റെ കാശായില്ലേ ഇപ്പൊ എക്സ്ട്രാ? അതെ, ചെലവിന്റെ കാശായി. അതെ, സന്തോഷം. നിങ്ങൾക്ക് അർഹതയുള്ളതാണ്. ജോലി ചെയ്യുന്നതിനനുസരിച്ച് അർഹതപ്പെട്ട കാശ് ഇനിയും കൂടി കിട്ടട്ടെ. നല്ല മനസ്സാണ് നിങ്ങളുടെ. സന്തോഷത്തോടു കൂടി ആ മനസ്സിനെ അതേപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നടക്കട്ടെ. നല്ല എല്ലാവരോടും നന്ദി. അപ്പോ നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇപ്പൊ നടക്കാൻ പോവുകയാണ്. എല്ലാവരും ചാടി കയറിക്കൊള്ളുക. നിങ്ങളെ സമ്പത്തിനെ അവിടെ ലോട്ടറി അടിപ്പിക്കാനുള്ള ടെക്നിക്ക് പഠിപ്പിക്കാൻ പോവുകയാണ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളവരെല്ലാം പെട്ടെന്ന് റെഡി ആയിക്കോളൂ. ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. താങ്ക് യു. എല്ലാവരോടും നന്ദി. ഒരിക്കൽ കൂടി നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു സാർ.